അപ്പോൾ നമ്മുടെ ബ്രിസ്ബെയിൻ്റെ സെക്കൻഡ് വീഡിയോ പാർട്ട് 2ലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ച വീടിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു വലിയൊരു മരവും അതിനോട് ചേർന്നൊരു പാർക്കും ഉണ്ടായിരുന്നു കേട്ടോ. മരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര പടർന്ന് പന്തലിച്ച് നമ്മുടെ നാട്ടിൽ ആൽമരമൊക്കെ പോലെ ഇരിക്കുന്നൊരു മരമാണ്, പേരെനിക്കറിയില്ല. അപ്പോൾ അതിൽ ഇങ്ങനെ തൂങ്ങി ആടാനുള്ളൊരു സംഭവമൊക്കെ ഇങ്ങനെ വേര് പോലെയൊക്കെ തൂങ്ങിക്കിടപ്പണം. അപ്പോൾ പിള്ളേരും ഞങ്ങളും എല്ലാവരും മാറി മാറി അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ഇതിലാടിയ പോലെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അത് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നടന്ന് ബീച്ചിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ് നിന്നത്. കുറച്ച് നേരം പിള്ളേർ പാർക്കിൽ കളിച്ചു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ബീച്ചിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ ഒരു ബീച്ചുണ്ട്, ഞങ്ങൾ ആ ബീച്ചിലേക്ക് പോവാണേ ഏട്ടാ. ഒരു കാട്ടി കൂടിയാണ് പോണത്. അമ്പോ, അതിപ്പോൾ കാട് നിറച്ച് ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജഗതിച്ചേട്ടൻ പറഞ്ഞ സെയിം ഡയലോഗ്. രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളും വള്ളിയും ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടിനകത്തൂടെ ഒരു ചെറിയൊരു പാത്ത് വേ അവരുണ്ടാക്കിയിട്ടുണ്ട് ഈ ബീച്ചിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ പയ്യെ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ബീച്ചിലെത്തും. ഇവിടെ എത്തുമ്പോഴേക്കും തിരമാലയുടെ സൗണ്ട് നമുക്ക് നന്നായിട്ട് കേൾക്കാം. ഇവിടുന്ന് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മേളിൽ നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു നേരത്തെ, പക്ഷേ ഈ മരങ്ങളൊക്കെ വലുതായതുകൊണ്ട് ഇപ്പോൾ അത് ശരിക്കും വ്യൂ ഇല്ല അവിടെ നിന്ന്. പക്ഷേ അവിടെ നിന്നൊരു ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ നടന്ന് പോകുമ്പോൾ. സൗണ്ട് കേൾക്കാമോ നിങ്ങൾക്ക്? തിരമാലയുടെ ഒച്ച കേൾക്കാമോ? തിരമാലയുടെ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതുണ്ടോ കാട് പോലെ വന്നിട്ട് അവിടെ ബീച്ച്. ഓസ്ട്രേലിയയിലെ മിക്ക ബീച്ചുകളും വൈറ്റ് സാൻഡ് ബീച്ചാണേ. ഇത് കണ്ടോ, നല്ല വൈറ്റ് സാൻഡാണ് ഇവിടെ. നല്ല പൊടി മണലാണ് കേട്ടോ, നല്ല രസമുണ്ട്. നല്ല നീല കളറിലെ വെള്ളമാണ്, നല്ല പച്ച പോലെ കണ്ടോ. വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. സാധാരണ ബീച്ചിലൊക്കെ ഒത്തിരി ആൾക്കാർ കാണുന്നത്, ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഇറങ്ങാനില്ലായിരുന്നു. വളരെ ശാന്തമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ പിള്ളേരുമായിട്ട് കളിച്ച് എൻജോയ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ പോന്നു. ബീച്ചിലെ യാത്രയൊക്കെ കഴിഞ്ഞ് പോരുന്ന വഴിക്ക് നോക്കിയപ്പോൾ അവിടെ ഈ മണ്ണിലൊക്കെ നിറച്ച് കുഞ്ഞു കുഞ്ഞു തുളകൾ. അപ്പം അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അതിനകത്ത് ഈ ഞണ്ടുകളുടെ വീടായിരുന്നു അതെന്ന്. എന്ന് പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ, നോക്കിക്കോ. ഇതെന്താണെന്നിങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോഴേക്കുമാണ് മനസ്സിലായത് അത് ക്രാബുകളുടെ വീടാണെന്ന്. അപ്പോൾ ഞങ്ങളൊരു ഇച്ചിരി വലിയൊരു പൊത്തി കൂടെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം സൂക്ഷ്മ നിരീക്ഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഒരു ക്രാബിനെ കണ്ടു. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, ഞാൻ നല്ല സൂമിൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അതിനകത്ത് അനങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നപ്പോൾ സിൻസൻ്റെ ചെറിയൊരു സർക്കസ് ഉണ്ടായിരുന്നു.
നമ്മൾ ഇനി ബിഗ് ബനാനയിലേക്കാണ് പോകണം കേട്ടോ. ബിഗ് ബനാന. അപ്പം ഈ ബിഗ് ബനാന എന്നത് ഞാനൊരു ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രീഫ്ലി ഒന്ന് പറയാം. ഇതൊരു 1964 ഒരു ജോൺ എന്ന് പറഞ്ഞൊരു സാഹിബ് ഉണ്ടാക്കിയതാണ്. അതായത് അയാൾക്കൊരു പഴക്കട ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ പഴക്കടയിൽ ആൾ വരാൻ വേണ്ടി, അയാൾ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് സിഡ്നിയിൽ നിന്ന് പോകുമ്പോൾ ബ്രിസ്ബെയിനിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റോപ്പ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇറങ്ങി ആൾക്കാരെല്ലാം അയാളുടെ കടയിൽ വരാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയൊരു സാധനമാണിത്. ബിഗ് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ കേക്കും ഒരു സൈഡിലൊരു ഷോപ്പുമാണ്. അപ്പോൾ ഇതിൻ്റെ 60th സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ റെയിലൊക്കെ വെച്ചിട്ട് ഈ ബനാനയ്ക്കകത്തേക്ക് നടന്ന് കയറാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇവരുണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി, കുറേ വാഴത്തോട്ടങ്ങളുടെയും ഇവരുണ്ടാക്കിയ അതെന്താണ് ഇതിൻ്റെ മോട്ടിവേഷൻ എന്നും അങ്ങനെ കുറച്ച് നമ്മൾ എന്താ പറയുക മ്യൂസിയം പോലത്തെ ഒരു ചെറിയൊരു ഗ്ലാസ് ഇട്ട് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡിലും ഷോപ്പാണ്. അപ്പം ഇവിടെ നടക്കുന്ന ആൾക്കാർ കാപ്പി കുടിക്കാൻ ആ ഷോപ്പിലും പിന്നെ ഈ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാനും കയറുമല്ലോ, അതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഈ ബിഗ് ബനാന എന്ന് പറയുന്നതിൻ്റെ ഇവിടെ തന്നെ വലിയൊരു വാട്ടർ തീം പാർക്കും ഉണ്ട് കേട്ടോ. ആ വാട്ടർ തീം പാർക്കിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഒരു വാട്ടർ തീം പാർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇങ്ങനെ പല പല സ്ലൈഡുകളും ഇങ്ങനെ വാട്ടർ പ്ലേയും ഐസ് സ്കേറ്റിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കയറിയില്ല. എന്നിട്ട് ജസ്റ്റ് പുറമേ നിന്ന് കണ്ടു. അതിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ ഏരിയയിൽ കുറേ കാണാനായിട്ട് നല്ല നേച്ചർ ഉള്ളൊരു സ്ഥലമാണിരുന്നു കേട്ടോ. ഒരു കുളം ഉണ്ടായിരുന്നു, ഒരു ആമ്പൽ കുളം. അതിനകത്ത് നിറച്ച് ആമ്പലുകളൊക്കെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവർ നന്നായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഇങ്ങനെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് അകത്ത്. അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, നല്ല സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ചെമ്പകപ്പൂല്ലേ, അതിൻ്റെ 2-3 കളറിലുള്ള 2-3 വലിയ മരങ്ങളുണ്ടായിരുന്നു അവിടെ കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു ചെമ്പകപ്പൂവിന്. 2-3 ഞങ്ങൾ പെറുക്കി കാറിലൊക്കെ കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ നടന്ന് നമ്മൾ പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ബ്രിസ്ബെയിനിലേക്കുള്ള യാത്ര തുടങ്ങി. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെയും നമ്മുടെ യാത്രകൾ തുടർന്നു വന്ന് പോകുമ്പം രണ്ടരികിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ കോഫ് ഹാർബറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ചുറ്റും നിറച്ചും നമ്മുടെ വാഴയാണ്. ആ മലയുടെ മേളിൽ കാണുന്നുണ്ടോ, അത് ശരിക്കും പറഞ്ഞാൽ വാഴയാണ്. നല്ലതായിട്ട് ഞാൻ സൂം ചെയ്യുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. കണ്ടോ, ഇതെല്ലാം വാഴകളാണ്. അപ്പം നല്ല കുറേ വാഴക്കൃഷിയുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മളൊരു പെട്രോൾ സ്റ്റേഷനിൽ കയറിയപ്പോൾ നമുക്കും ഇച്ചിരി പെട്രോൾ കോഫിയുടെ രൂപത്തിലെടുത്തു. നമ്മുടെ വണ്ടി ഓടാൻ വേണ്ടി അവിടം വരെ എല്ലാവർക്കും ഓരോ കോഫി, $1 കിട്ടുന്ന കോഫി ഉണ്ടായിരുന്നു അവിടെ. അപ്പം എല്ലാവർക്കും ഓരോ കോഫിയൊക്കെ മേടിച്ച്, കോഫിക്ക് ഭയങ്കര കയ്പ്പായിരുന്നു. കുറേ എക്സ്ട്രാ ഷുഗറൊക്കെ ഇട്ടാണ് നമ്മുടെ പരുവാക്കി എടുത്തത്. എന്നിട്ട് കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെയും യാത്ര തുടർന്നു. Coffee? They left without us. Yeah, we got some. Thank you. Can you put more sugar in mine, please? Okay, 4 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ നീണ്ട 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബ്രിസ്ബെയിനിലെത്തി. ഇത് ബ്രിസ്ബെയിൻ സിറ്റിയാണ്. ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ നിന്ന് ഒരു 24th നിലയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോള് പഠിക്കുന്ന അവളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു താഴോട്ട് നോക്കുമ്പോൾ. അങ്ങനെ 2ാം ദിവസം അവസാനിച്ച് നമ്മൾ 3ാം ദിവസം രാവിലെ ഓറിയൻറ്റേഷന് വേണ്ടി QUT ക്യാമ്പസിലേക്ക് പോയി കേട്ടോ. ക്യാമ്പസിൽ കുറേ നേരം അവിടെ എവിടെയൊക്കെ ചുറ്റി നടന്ന്, ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രിസ്ബെയിൻ സിറ്റി, സൗത്ത് ബാങ്കിൽ സിറ്റിക്കകത്ത് തന്നെയുള്ളൊരു ക്യാമ്പസാണ്.
വലിയൊരു ക്യാമ്പസാണ്. ഓ മൈ ഗോഡ്, അതിലൊരു പാർക്കിങ്ങിൽ ഞങ്ങൾ ഇട്ടിട്ട് ഇവരുടെ ഓറിയൻറ്റേഷൻ നടക്കുന്നൊരു റൂമിലേക്ക് അവിടം വരെ ആ ബ്ലോക്ക് വരെ നടന്ന് വലിയൊരു മലയാറ്റൊരു മല കയറിയൊരു പ്രതീതിയായിരുന്നു. കുന്നുംപുറത്ത് ഭയങ്കര കയറ്റവും ഇറക്കമായിരുന്നു. ഞാൻ ശരിക്കും പറയാൻ മടുത്തുപോയി. പിന്നെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് എല്ലാം കണ്ടു. ഇതാണ് അപ്പം നമ്മുടെ QUT ക്യാമ്പസ്. ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിനിൽ QUT ക്യാമ്പസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അവളെ ഓറിയൻറ്റേഷന് കൊണ്ടുപോയി. പുതിയ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാൻ അവരുടെ സ്റ്റുഡൻസിൻ്റെ ഓറിയൻറ്റേഷൻ നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ അവർ നല്ല ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഭയങ്കര സംഭവമായിട്ടാണ് ചെയ്തിരുന്നത്. നിറച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ മലയാളികൾ, കുവൈറ്റിൽ നിന്ന് വന്ന പിള്ളേർ, അങ്ങനെ ചൈനീസ്, കൊറിയൻസ്, അങ്ങനെ പല പല രാജ്യത്തുള്ള പിള്ളേരെല്ലാവരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് അവിടെ തുടങ്ങാൻ വേണ്ടി. സമയമായിട്ടില്ല, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് അവർ സമയമായപ്പോൾ അവരെല്ലാവരും അവരെ വിളിച്ചപ്പോഴേക്കും അവളെ നമ്മളതിനകത്തേക്ക് കയറ്റി വിട്ട് നമ്മൾ പോയിട്ട് നമുക്ക് കുറച്ച് വേറെ പരിപാടിയും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അപ്പോഴാണ് നമുക്കൊരു മൊട്ടം പണി നമുക്കവിടെ പ്രത്യേകം ബ്രിസ്ബെയിനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രിസ്ബെയിനിൽ വന്നിട്ട് 8ൻ്റെ പണി കിട്ടുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ബ്രിസ്ബെയിനിൽ അന്ന് വർക്കേഴ്സിന് ഒരു ഇവിടുത്തെ ട്രേഡീസിൻ്റെ സമരമായിരുന്നു. ഞാൻ ആ ട്രേഡീസിൻ്റെ സമരം ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നത്. എന്തിനാണ് ഈ സമരം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇവർ ഒരു ട്രേഡീസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയും അവരുടെ ശമ്പളം കൂട്ടാനും, പിന്നെ റീസെൻ്റ്ലി ആരോ ഇങ്ങനെ മരിച്ചു, അപ്പോൾ അത് പറഞ്ഞോട്ട് അതിന് വേണ്ടിയുള്ള അവരുടെ സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നല്ല വലിയ മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ടുള്ള സെയിം സമരമില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് സമരം തന്നെയായിരുന്നു ഇതും. ഭയങ്കര ഒച്ചയായിരുന്നു. ഈ പോലീസൊക്കെ ഇങ്ങനെ ഇവിടെ കാവൽ പ്രൊട്ടക്ഷൻ പോലെ നിൽക്കുവാണ്. അതായത് നമ്മൾ അങ്ങനെ ഒരു ബ്ലോക്കിൽ ഇവരുടെ ഈ സമരം ഏകദേശം 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നേ. അപ്പോൾ നമുക്കൊരു വലിയൊരു ബ്ലോക്ക് കിട്ടി. നമ്മൾ സാധനം മേടിക്കാൻ വെളിയിൽ വന്നിട്ട് നമ്മളവിടെ സ്റ്റക്കായി കിടന്നു. അങ്ങനെ നമുക്ക് വലിയൊരു പണി കിട്ടി ബ്രിസ്ബെയിനിൽ വന്നപ്പോൾ. അതൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ വേഗം വന്ന് ഷൂട്ടൊക്കെ ചെയ്ത് സമരമൊക്കെ പിടിച്ചെടുത്തു, നമുക്ക് റീൽ ചെയ്യാനും വ്ളോഗ് ചെയ്യാനും. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആദലിൻ്റെ വീട് ഇതാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് താമസിക്കാൻ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവളെ ആക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്കല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അങ്ങനെ ആ ദിവസം അവസാനിപ്പിച്ചു. സമരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. സിൻസൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വന്നത്. അവിടെ വന്നപ്പോഴേക്കും അവിടെ ഒരു പട്ടി. പിള്ളേരാണെങ്കിൽ അതിൻ്റെ പുറകെ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ പേപ്പാന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പം അവരുടെ കൂടത്തിൽ 2 ദിവസം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇനി ഡേ 4ഉം 5ഉം അടുത്ത വ്ളോഗിൽ പറയാം. ഇപ്പോൾ ഓൾറെഡി 15 മിനിറ്റായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.